بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ ജല്ല ജലാലുവായ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റജബ് മാസം നമ്മളിലേക്ക് എത്തി. അള്ളാഹു ധാരാളം ബർക്കത്തുകൾ, റജബുൻ അവ്വലു ശുഹൂരിൽ ബറക്ക, ബർക്കത്തിന്റെ മാസങ്ങളിലെ ആദ്യത്തെ മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിൽ ധാരാളം അനുസ്മരണ ദിനങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യത്തെ ഹിജറ റജബ് മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് സ്വന്തം രാജ്യം വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ആ ഹിജറ മറ്റൊരർത്ഥത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും ഹിജറ പോകുന്നു, സിറിയയിൽ നിന്നിട്ട് ഹിജറ പോകുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നിട്ടും ഹിജറ പോകുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. ആദ്യത്തെ ഹിജറ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 45 വയസ്സുണ്ടാകുമ്പോഴാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം അറിയപ്പെടുന്ന ഹിജറ, ആ ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53 വയസ്സുണ്ടാകുമ്പോഴാണ്. 53 വയസ്സുണ്ടാകുമ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം 8 കൊല്ലം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടി. പ്രവാചകനായി പ്രബോധനം നടത്തിയിട്ട് 5 കൊല്ലമായപ്പോൾ തന്നെ സ്വഹാബത്തിൽ നിന്നുള്ള ഒരു പറ്റം ആളുകൾക്ക് നാട് വിടേണ്ടി വന്നു. ഹിജറയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് സൂറത്തു സുമറിലെ 10-ാമത്തെ ആയത്ത്, ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന. ഈ ദുനിയാവിൽ നന്മ ചെയ്ത ആളുകൾക്കൊക്കെ അള്ളാഹു നന്മ ചെയ്യും. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ നന്മ ചെയ്ത ആളുകൾ, ആ ആളുകൾക്കൊക്കെ ഹസനത്തുൻ, അള്ളാഹുവിന്റെ പക്കൽ നന്മയുണ്ട്. അള്ളാഹു അതിനൊക്കെ അവർക്ക് പ്രതിഫലം നൽകും. വ അർദുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഒരു സ്ഥലത്ത് തന്നെ അടിഞ്ഞു കൂടിക്കൊള്ളണമെന്നില്ല. ആ സ്ഥലത്ത് നിന്ന് പോകുന്ന അവസരത്തിൽ ഒരു വിഷമം ഉണ്ടാകുമെങ്കിലും പിന്നീട് ആ വിഷമങ്ങൾ നീങ്ങി അവൻ ചെല്ലുന്ന സ്ഥലത്ത് ആ പോയ സ്ഥലത്തിനേക്കാളും റാഹത്ത് അവനക്ക് ലഭിച്ചേക്കാം. കൂട്ടുകുടുംബം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസം കുറച്ചു ദിവസം കഴിഞ്ഞാൽ അതിനേക്കാളുമുള്ള റാഹത്തുകൾ അള്ളാഹു പ്രദാനം ചെയ്യും. വഅർദുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് അള്ളാഹു പറഞ്ഞിട്ട്, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിധിയില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിധിയില്ലാത്ത ബിഗൈരി ഹിസാബ്, പരിധിയില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകും. ക്ഷമിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഐഹികമായ ജീവിതത്തിൽ ഉണ്ടാകുമെന്നർത്ഥം. ദുന്യവിയായ ജീവിതത്തിൽ ക്ഷമിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാകും. എല്ലാവരും ആഗ്രഹിക്കുന്നത് മുഴുവനും ഇവിടെ നിർവഹിക്കപ്പെടുകയില്ല. അതൊക്കെ നമ്മെ പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരു പറ്റം സഹാബത്ത് എല്ലാം ഒപ്പിയെടുക്കുന്ന, എല്ലാം മനസ്സിലാക്കുന്ന
സ്വഹാബത്തിന്റെ മുന്നിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവതരിപ്പിക്കുന്നത്. ആ സ്വഹാബത്ത് മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിച്ചു തന്നു. അങ്ങനെ അത് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റജബ് മാസം ഹിജറ പോകുന്നതിന്റെ മുമ്പ് നബുവത്ത് കിട്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ ദാറുൽ അർഖമിൽ നിന്ന് വന്നു. ദാറുൽ അർഖമിൽ 3 കൊല്ലം താമസിച്ചല്ലോ. ദാറുൽ അർഖം എന്ന് പറയുന്നത് സഫാ പർവ്വതത്തിന്റെ മുകളിലാണ്. സഫാ പർവ്വതത്തിന്റെ മുകളിലാണ് ദാറുൽ അർഖം ഉള്ളത്. ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്താണ്. അവിടെയുള്ള ആ വീട്ടിൽ 3 കൊല്ലം ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ആ ഉപരോധത്തിൽ നിന്ന് മുക്തരായി രക്ഷപ്പെട്ട് മക്കയിലേക്ക് വന്ന സ്വഹാബത്തിന് വീണ്ടും കൊടിയ പീഡനം വന്നപ്പോൾ സ്വഹാബത്തിന് എവിടെ ജീവിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് അള്ളാഹുവിന്റെ റസൂൽ അബിസീനിയിലെ ഒരു രാജാവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിക്ക് അറിയാമായിരുന്നു. അബിസീനിയ എന്ന് പറയുന്നത് എത്യോപ്യയാണ്. എത്യോപ്യയിലുള്ള ഒരു പ്രദേശമാണ് അബിസീനിയ. ഹബഷ എന്നതിനെ പറ്റി പറയും. അപ്പൊ അവിടെ എത്യോപ്യ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കൻ ഭൂപ്രദേശമാണ് എത്യോപ്യ. അവിടെയുള്ള രാജാവിനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. അത് അള്ളാഹുവിന്റെ വക്കിൽ നിന്നുള്ള പ്രത്യേകമായ അറിയിപ്പ് പ്രകാരം വിവരം ലഭിച്ചതായിരിക്കാം. അങ്ങനെ ആ രാജാവ് നീതിമാനാണ്. അയാൾ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ ആളാണ്, നീതിമാനാണ്, അഭയം നൽകും. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് അഭയം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രത്തിലെ നല്ലൊരു ശതമാനം ആളുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെയാണ് ആ രാജ്യം രൂപപ്പെട്ടത്. ആ രാജ്യം പഴയ നാഗരികതയുള്ള രാജ്യമൊന്നുമല്ല. സിറിയയെ പോലെയോ മക്കയെ പോലെയോ മദീനയെ പോലെയോ അങ്ങനെയുള്ള ഈജിപ്തിനെ പോലെയൊന്നുമുള്ള പാരമ്പര്യം പറയാനുള്ള ഒരു രാജ്യമൊന്നുമല്ല. അത് പിൽക്കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു രാജ്യമാണ്. എന്നാൽ സിറിയക്കും ലബനാനും ഫലസ്തീനക്കും ഒക്കെ ഒരുപാട് പഴക്കങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ട്. പറഞ്ഞു വരുന്നത് ക്രിസ്തീയ രാജാവായ അസ്ഹിമത്തുൻ നജാഷി എന്ന് പറയുന്ന ആ രാജാവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും ദാറുൽ അർഖമിൽ നിന്ന് വന്നു. ദാറുൽ അർഖമിൽ നിന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ച അവസരമായിരുന്നു അത്. ഒന്നിരിക്കൽ ആ ദാറുൽ അർഖമിൽ നിന്ന് വന്ന ഉടനെയാണ് ഈ ഹിജറ, അല്ലെങ്കിൽ അതിന്റെ മുമ്പാണ്. 2 നിലക്കും ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. കൂടുതൽ പ്രബലമായ അഭിപ്രായം അതിന്റെ മുമ്പ് തന്നെയാണ് ഈ ഹിജറ എന്നാണ്. നബൂവത്ത് കിട്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പറ്റം സഹാബത്തിനോട് നിങ്ങൾ അബിസീനിയയിലേക്ക് പോയിക്കോളൂ. എന്താണ് ആ വാക്കുകളൊക്കെ? നിങ്ങൾ അബിസീനിയയിലേക്ക് പോയിക്കോളൂ. ഏഷ്യൻ രാജ്യമായ സൗദിയിൽ നിന്നിട്ട് ആഫ്രിക്കൻ രാജ്യമായ അബിസീനിയയിലേക്ക് പോകുമ്പോൾ എത്ര ദിവസം പിടിക്കും ആ യാത്രക്ക്? ആ യാത്രക്കുള്ള സംവിധാനം എന്താണ്? ഇന്നത്തെ പോലെ ഷിപ്പിംഗ് സംവിധാനമില്ലാത്ത, കപ്പൽ സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ പായക്കപ്പലുകൾ അഥവാ കാറ്റിന് ഓടുന്ന പായക്കപ്പലുകൾ, എഞ്ചിൻ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അതും വല്ലപ്പോഴും ചരക്കുകളുമായിട്ട് അതുവഴി കടന്നു പോകുന്ന കപ്പലുകളാണ് ലഭിക്കുക. എങ്ങനെയാണ് അബിസീനിയയിലേക്ക് പോവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന സഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹാജിറു ഇലൽ ഹബശതി ഫിറാറൻ ബിദീനിഹിം മിനൽ ഫിതനി. മക്കയിൽ താമസിക്കാൻ കഴിയാതെ വന്നു. മക്കയിൽ താമസിക്കാൻ കഴിയാതെ വന്നപ്പോ ഇവിടെയൊക്കെ ഈ സമയത്ത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. എന്താണ് ചിന്തിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബുള്ളയാണ്, ഖലീലുള്ളയാണ്. ഏറ്റവും ഉന്നതനായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായവരാണ്. ജലജലാലുമായിട്ട് എപ്പോഴും ബന്ധമുള്ള ആളാണ്. ദ്വാരെന്നാൽ ഉടനെ ഉത്തരം കിട്ടും. അവിടെ മക്കയിൽ സ്വഹാബത്തിന് സുഖമായി ജീവിക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിന് ദ്വാരക്കാൻ കഴിയായിട്ടല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദ്വാരക്കാൻ കഴിയായിട്ടല്ലല്ലോ. ദ്വാരെന്നാൽ ഉത്തരം കിട്ടുമല്ലോ. എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്തത്? ഈ രൂപത്തിൽ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്തത്? എന്തിനാണ് ഈ മദീനയിലേക്ക് പോകുന്നതിന്റെ 13 കൊല്ലം മുമ്പ്, 13 കൊല്ലം പ്രവാചകനായി മക്കയിൽ താമസിച്ചപ്പോൾ ആ സമയങ്ങളൊക്കെ പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളൊക്കെ എന്തിനു വേണ്ടി സഹിച്ചു?
ഇവിടെ സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. പക്ഷേ അല്ലാഹുമ്മ ജഅൽനി മിനസ് സ്വാബിരീൻ എന്ന് ദ്വാരക്കരുതെന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ദ്വാരുന്നു. നമ്മള് തലക്കടത്തൂർ ഞാൻ ഓതുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട മാതയൂർ റസൂൽ തിരുരങ്ങാടി ഉസ്താദിന്റെ കീഴിൽ ഓതുമ്പോൾ ഉസ്താദ് ഇമാമത്തൊന്നും നിൽക്കൂല, ഉസ്താദ് ഖുത്ബ ഓതൂല, ഇമാമത്ത് നിൽക്കൂല, വഅദ് പറയില്ല, പ്രസംഗിക്കൂല, ദ്വാരക്കൂല. ദ്വാരക്കുമ്പോഴത്തേനും ഉസ്താദിന്റെ കൈ വറച്ചു, ദ്വാരക്കാൻ കഴിയില്ല. ഉസ്താദ് നന്നായിട്ട് ദർസ് നടത്തും. ബാക്കിയുള്ളതിന് അങ്ങനെ കുറെ ഉസ്താദന്മാരുണ്ട്, അത്തരം വിഷയങ്ങളൊന്നും ചെയ്യാത്ത ഉസ്താദന്മാരുണ്ട്. അപ്പൊ ഞങ്ങളാണ് ഇമാമത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഹദ്ദാദ്, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ആണ് ചെയ്യുക. അപ്പൊ ഒരിക്കലും ഞാൻ ദ്വാരുന്നു അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാബിരീൻ എന്ന് ദ്വാരം. ജഅൽനാ മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് ദ്വാരുന്നപ്പോ ഉസ്താദ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ദ്വാരക്കരുതിട്ടോ. എന്തേ? ക്ഷമിക്കുന്ന ആളുകളിൽ പെടുന്ന ദ്വാരുന്നാൽ ബലാഗ് ഉണ്ടാകണം എന്ന് അതിൻ്റെ അർത്ഥം. ബലാഗ് മുസീബത്ത് ഉണ്ടാകണം. ബലാഗ് മുസീബത്ത് ഉണ്ടായിട്ടില്ലേ ക്ഷമിക്കുക, നമുക്കത് കഴിഞ്ഞോളന്നില്ല. അള്ളാഹുവിന്റെ ബലാഗുകളും മുസീബത്തുകളും നമുക്ക് തടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതൊക്കെ രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? അതിലങ്ങ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പരീക്ഷണം മാനസികമാണ്. ആ മാനസികമായതായിരിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ രക്ഷപ്പെടാൻ വലിയ പ്രയാസകരമാണ്. മാനസികമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഉറക്കാണ്. ആ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ ദുരിതമായി. ഉറക്കില്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു ആവേശം ഉണ്ടാവില്ല. അത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെ പരീക്ഷണങ്ങളിൽ പെട്ടതാണ്. അപ്പോ പരീക്ഷണം വേണം എന്നാണ്, ക്ഷമ വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ദ്വാരക്കരുത്. അങ്ങനെ ദ്വായില് എവിടെ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾക്ക് സബുർ തരയണമേ എന്നൊക്കെ ഉണ്ടെന്നല്ലാതെ ജഅൽനാ മിനസ് സ്വാബിരീൻ എന്നൊക്കെ അങ്ങനെ ദ്വാരൊന്നും കാണൂല. അങ്ങനെ ദ്വാരക്കരുത് എന്ന് ഉസ്താദിനോട് പറഞ്ഞു. അപ്പൊ മഹാന്മാരായ ആളുകൾക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടതെന്ന് അറിയാം. സൂറത്തു സുമറിൽ ഹിജറയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത പ്രതിഫലം നൽകുകയാണ്. പ്രവാചകനായി 5 കൊല്ലം കഴിഞ്ഞപ്പോ, പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലമാണ് ജീവിച്ചത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പറ്റം സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അബ്സീനിയിലേക്ക് പൊയ്ക്കോളൂ, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് നീതിമാനായ രാജാവാണ്, നിങ്ങൾ അബ്സീനിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ വഫീ റജബിൻ സനത 5 മിനൻ നബുവത്തി ഹാജറ അവ്വൽ ഫൗസിൻ മിനസ് സഹാബത്തി ഇലൽ ഹബശ കാന മുക്കവ്വനൻ മിൻ 12 റജുലൻ വ 4 നിസ്വ. 12 പുരുഷന്മാരും 4 പെണ്ണുങ്ങളുമാണ് പോയത്. അത് പുരുഷന്മാരെ ഭാര്യമാരാണ്. ഭാര്യമാർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമ്പ്രദായമാണ് അധികവും അന്നുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോയതിനു ശേഷം പിന്നീട് ആ ഹിജറിന്റെ ഘട്ടത്തിൽ ഭാര്യമാർ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയത്. അപ്പൊ ആ വഫാത്തിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചത് സൗദ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നീട് റസൂലുള്ളാഹി മദീനയിലേക്ക് എത്തിയതിനു ശേഷം മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയിട്ടുണ്ട്. ഉമ്മു കുൽസൂം റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ 16 ആളുകളാണ് ആദ്യമായിട്ട് റജബ് മാസം, ഞാൻ റജബായതുകൊണ്ട് പറയുകയാണ്, റജബ് മാസത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആദ്യത്തെ ഹിജറ റജബില നടന്നത്. അവിടെയുള്ള മറ്റൊരു വിഷയം, ഈ 16 പേരിൽ 14 പുരുഷന്മാരും 4 സ്ത്രീകളും, സുബ്ഹാനല്ലാഹ്, അവരെ നേതാവ് ആരായിരുന്നു എന്നറിയോ? റഈസുഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് നേതാവ്. മക്കയിൽ നിന്നിട്ട് അബിസീനിയയിലേക്കുള്ള യാത്രയുടെ നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. വമഅഹു അസ്സയ്യിദത്തു റുഖയ്യ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് റുഖയ്യ ബീവി ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് റുഖയ്യ ബീവിയും ഉണ്ട്. അങ്ങനെ അവരാണ് പോയത്. വഖദ് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹിമാ ഇന്നഹുമാ അവ്വലു ബൈത്തിൻ ഹാജറ ഫീ സബീലില്ലാഹി ബഅദ ഇബ്രാഹീമ വലൂത്തിൻ അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് ശേഷം, ലൂത്ത് നബിക്ക് ശേഷം ആദ്യമായി ഹിജറ പോയ കുടുംബം അവരാണ്.
കുടുംബം തന്നെ ഭാര്യ ഭർത്താവും കൂടി. ഇബ്രാഹിം നബിക്ക് ശേഷം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആദ്യമായി ഹിജറ പോയ കുടുംബം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവ്വലു ബൈത്തിൻ ഹാജറ ഫീ സബീലില്ലാഹ് ബഅദ ഇബ്രാഹിം വ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ലൂത്ത് നബിന്റെയും ഇബ്രാഹിം നബിന്റെയും ശേഷം ആദ്യമായി ഹിജറ പോയ കുടുംബം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, സയ്യിദത്തു റുഖയ്യ ബിവി റളിയല്ലാഹു തആല അൻഹ, ഇവരാണ്. ആ 16 പേരുടെ നേതാവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സ്വന്തം രാജ്യം വിട്ടുകൊണ്ട് പോവുകയാണ്. ഭാഷ അറിഞ്ഞുകൂടാ. അവിടെ എത്യോപ്യയിലേക്കുള്ള ആഫ്രിക്കന്മാരായ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സംവിധാനം ഇല്ല. ഹദീസിൽ കാണാം, കാന റഹീലു ഹൗലായി തസല്ലുലൻ ഫീ ദുൽമത്തിൽ ലൈലി ഹത്താ ലാ തഫ്തറ ലഹും ഖുറൈശുൻ. രാത്രിയായിരുന്നു അവരുടെ യാത്ര. രാത്രി ആരും അറിയാതെ പാതിരാ സമയത്താണ് ഈ 16 പേര് കടൽ തീരത്തിലേക്ക് പോകുന്നത്. ഖറജു ഇലൽ ബഹരി വയമ്മമു മൈനാ ശഈബ. അങ്ങനെ അവര് കടൽ തീരത്തേക്ക് പോയിട്ട് രാത്രി പോകുന്നത് ഖുറൈശികൾ അറിയാതിരിക്കാൻ, മക്ക കുഫാറുകൾ അറിയാതിരിക്കാൻ. മക്ക കുഫാറുകൾ അറിഞ്ഞാൽ യാത്ര തടയും. ആ അറിയാതിരിക്കാൻ വേണ്ടിയാണ് രാത്രി പോയത്. അങ്ങനെ 2 കപ്പലിലാണ്, സഫീനത്തൈനി 2 കപ്പലിലാണ് പോയത്. തുജാരിയത്തൈനി കപ്പൽ, കച്ചവട കപ്പൽ, ചരക്ക് കപ്പൽ. അങ്ങനെ ചരക്ക് കപ്പലായ 2 കപ്പലിലാണ് ഈ 16 പേര് കയറിയത്. അവർ കപ്പലിൽ കയറിയ ഉടനെ അവരെ അന്വേഷിച്ചുകൊണ്ട് കുഫാറുകൾ വന്നു. ഫതനതലഹും ഖുറൈശുൻ ഫഖറജത ഫീ ആഥാരിഹിം ലാകിൻ ലമ്മാ ബലഗത് ഇല ശാത്തി കാനു ഖദ് ഇൻതലഖു ആമിനീൻ. ഇവരെ പിടികൂടാൻ വേണ്ടി വന്നു. ഇവരെ പിടികൂടി തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് അബസീനിയയിലേക്കുള്ള യാത്ര തടസ്സപ്പെടുത്തിയിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി ഇവർ പിന്നാലെ വന്നു എന്നാ പറയുന്നത്. ഇപ്പോഴൊക്കെ ഫലസ്തീനിലൊക്കെ നടക്കുന്നതൊക്കെ അതിന്റെ തുടർച്ച തന്നെയാണ് നടക്കുന്നത്. അത് മറ്റൊരു കോലത്തിൽ നടക്കുന്നു എന്ന് മാത്രം. ബദൽ ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. തുടങ്ങിയതുപോലെ ഇസ്ലാം അവസാനിക്കും. എങ്ങനെയാണോ പ്രാരംഭത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും അവസാനവും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയപ്പോ ഇവര് നിരാശരായി മടങ്ങേണ്ടി വന്നു. കാരണം കപ്പൽ ആഴക്കടലിലേക്ക് എത്തിപ്പോയി. ആഴക്കടലിലേക്ക് എത്തിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആൾക്കാരെ തിരിച്ചുകൊണ്ടുള്ള തോണിയോ മറ്റു സൗകര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ നിരാശരായി മടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ പായക്കപ്പലിൽ ദിവസങ്ങൾ പിടിച്ചിട്ടുണ്ടാകും. മലമൂത്ര വിസർജനത്തിനൊന്നും സംവിധാനം ഇല്ലല്ലോ അന്നത്തെ കപ്പലുകളിൽ. പഴയ കാലത്തെ കപ്പലുകളിലൊക്കെ അതിനെപ്പറ്റി സംവിധാനം കേട്ടിട്ടുള്ളത്. ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്ന ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ പായക്കപ്പലിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ കപ്പലിന്റെ മുകളിൽ ഒരു പലക വെച്ച് ആ പലകയിൽ ഇരുന്നിട്ട് കടലിലേക്ക് തന്നെ മലമൂത്ര വിസർജനം നടത്തലാണ്. കടലിലേക്ക് തന്നെ മലമൂത്ര വിസർജനം നടത്തും. അതിൽ തന്നെ കിടന്നുറങ്ങാൻ ദിവസങ്ങളോളം അങ്ങനെയാണ് പോകാറുള്ളത്. പിൽക്കാലത്താണ് ലക്ഷദ്വീപിലേക്കൊക്കെ സൗകര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഓടി എന്ന് പറയുന്ന, ഉരു എന്ന് പറയുന്ന ചില സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നു. അതൊക്കെ കാറ്റിന് പോകുന്ന സാധനങ്ങളാണ്. ആ കാറ്റിന്റെ ദിശയും മറ്റും അറിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ എന്നവർ, റസൂലുള്ളാഹിന്റെ മോള് റുഖയ്യ ബീവി, ഇവരൊക്കെയാണ് ആദ്യമായി റജബ് മാസത്തിൽ ഹിജറ പോകുന്നത്. നബൂവത്ത് കിട്ടി മുത്തുനബിക്ക് 45 വയസ്സേ ആയിട്ടുള്ളൂ ആ സമയത്ത് ഹിജറ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അബിസീനിയയിൽ ചെന്ന് താമസിച്ചു. ആ സമയത്ത് രാജാവ് അറിയുകയും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. 16 പേര് അവിടെ താമസിച്ചു. പക്ഷേ മക്കയിലെ വിവരങ്ങളൊന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ മക്കയിൽ കാഫിരീങ്ങളൊക്കെ, ഖുറൈശികളൊക്കെ മുസ്ലിമീങ്ങളായി എന്ന ഒരു വാർത്ത എങ്ങനെയോ അവർക്ക് ഒരു കള്ള വാർത്തയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. സൂറത്ത് അന്നജ്ം ഓതിയപ്പോ, വന്നജ്മി ഇദാ ഹവ എന്ന് പറയുന്ന സൂറത്ത് ഓതിയപ്പോ കാഫിരീങ്ങളൊക്കെ സുജൂദ് ചെയ്തൊരു സംഭവം ഉണ്ടായി. മുശ്രിക്കീങ്ങളൊക്കെ സുജൂദ് ചെയ്തൊരു സംഭവം ഉണ്ടായി. ആ സംഭവം തെറ്റായി റിപ്പോർട്ട് ചെയ്ത് കുഫാറുകളൊക്കെ മുസ്ലിമീങ്ങളായിരിക്കുന്നു, മക്ക സുരക്ഷിതമായിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അത് ശരിയല്ല, തെറ്റായ വാർത്തയാണ്. ആ വാർത്ത അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു.
لكن في سورة تختلف تماما عن سورة الحقيقة بلغهم أن قريشا أسلمت فرجعوا إلى مكة في شوال من نفس السنة. അക്കൊല്ലം തന്നെ ശവ്വാൽ മാസത്തിൽ തിരിച്ചു വന്നു. അപ്പൊ റജബ്, ഷഅബാൻ, റമദാൻ ഈ 3 മാസമാണ് അബിസീനിയയിൽ താമസിച്ചത്. അത് കഴിഞ്ഞിട്ട് ശവ്വാൽ മാസത്തിൽ മഹാന്മാരായ ഈ 16 ആൾക്കാരും തിരിച്ചു വന്നു. فلما كانوا دون مكة ساعة من نهار وعرفوا جلية لم رجع منهم من رجع إلى الحبشة ولم يدخل في مكة من سائرهم أحد إلا مستخفين أو في جبال رجل من قريش. മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വലിയ അപകടമാണ് സംഭവിച്ചത്. മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. മക്കയിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിമീങ്ങളായി എന്നുള്ള തെറ്റായ വാർത്ത അറിഞ്ഞപ്പോഴാണ് വന്നത്. വന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ കൊടിയ പീഡനമായിരിക്കും പിന്നെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർ അബിസീനിയയിലേക്ക് തന്നെ മടങ്ങി. ആ 16 ആൾക്കാരിൽ നിന്ന് ചിലർ അബിസീനിയയിലേക്ക് തന്നെ മടങ്ങി. മറ്റു ചിലർ ഖുറൈശികളാകുന്ന കുഫാറുകളുടെ കഫാലത്തിലായിട്ട്, അവരെ ജാമ്യത്തിലായിട്ട്, അവരെ സംരക്ഷണത്തിലായിട്ടാണ് പിന്നെ മക്കയിൽ താമസിച്ചത്. ثم اشتد عليهم وعلى المسلمين البلاء والعذاب من قريش. പിന്നെ പീഡനം വല്ലാതെ കൂടുതലായി. അതാ സംഭവിച്ചത്. പീഡനം വല്ലാതെ കൂടുതലായപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി അബിസീനിയയിലേക്ക് പോയിക്കോളൂ, എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഹിജറയും അബിസീനിയയിലേക്ക് തന്നെയാണ്. ആദ്യത്തെ ഹിജറയും അബിസീനിയയിലേക്ക് തന്നെ. രണ്ടാമത്തെ ഹിജറയിൽ 83 ആൾക്കാരുണ്ടായിരുന്നു. 83 പുരുഷന്മാരും അതേപോലെ തന്നെ 19 സ്ത്രീകളും അടങ്ങുന്ന യാത്രയായിരുന്നു രണ്ടാമത്തെ യാത്ര. 83 പുരുഷന്മാരും 19 സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് രണ്ടാമത് അബിസീനിയയിലേക്ക് പോയത്. ശത്രുക്കളുടെ കൊടിയ പീഡനം സഹിക്കവയ്യാതെ ഈ 2 ഹിജറ കഴിഞ്ഞതിന് ശേഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നപ്പോ ആ യാത്രയുടെ നേതാവ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു യാത്രയുടെ നേതാവ്. ഇവിടെ ഇങ്ങനെ ഒരു യാത്ര സഹാബത്ത് നടത്തി എന്നറിഞ്ഞപ്പോ, അതും 83 ആൾക്കാർ, പുരുഷന്മാർ 83 ആൾക്കാരുണ്ട്. ഉന്നതന്മാരായ ആൾക്കാരാണ് സഹാബത്തിന്റെ കൂട്ടത്തിലുള്ളത്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അപ്പൊ അബൂ ത്വാലിബിന്റെ മകനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 83 പുരുഷന്മാരും 19 സ്ത്രീകളും അടങ്ങുന്ന സംഘം പല കപ്പലുകളിലായിട്ട് അബിസീനിയയിലേക്ക് എത്തിയപ്പോ മക്ക ഇളകി, ഖുറൈശികൾ ഇളകി, കുഫാറുകൾ ഇളകി. അപകടമാണ്. അബിസീനിയയുടെ രാജാവിന്റെ സ്വാധീനം ഉപയോഗിച്ച്, അബിസീനിയൻ രാജാവിന്റെ സ്വാധീനം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, അബിസീനിയൻ രാജാവ് അയാള് ക്രിസ്തീയ രാജാവാണ്. അതോടുകൂടി തന്നെ ദൂനവാസി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയനായ രാജാവ് ഉണ്ടായിരുന്നു. 25,000-ഓളം ജൂതന്മാരെ അയാൾ കിടങ്ങ് കുഴിച്ചിട്ട് അതിലിട്ട് കൊന്നിട്ടുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാത്തിൽ വഖൂദ് എന്ന് പറഞ്ഞത് ആ സംഭവമാണ്. കിടങ്ങ് കുഴിച്ചിട്ട്, ഈ ദൂനവാസിന്റെ കാലത്താണ് കിടങ്ങ് കുഴിച്ചിട്ട് 25,000 ജൂതന്മാരെ കിടങ്ങിലിട്ടിട്ട് തീ കൊടുത്ത് കൊന്നിട്ടുണ്ട്. ബുഖ്തുനസറി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി, മസ്ജിദുൽ അഖ്സ കീഴടക്കിയിട്ട് ആ മസ്ജിദുൽ അഖ്സയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കടലിന്റെ ആഴത്തിൽ നിന്ന് ജിന്നുകൾ കൊടുത്ത പവിഴങ്ങളും മുത്തുകളൊക്കെ കട്ടുകൊണ്ടുപോയി. അത് പിന്നീട് മസ്ജിദുൽ അഖ്സയ്ക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇന്നേ വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒരു വലിയ രത്നം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അതിന്റെ പേര്? കോഹിനൂർ രത്നം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ പോലെ വലിയ രത്നങ്ങളും മറ്റുമൊക്കെ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുമരുകളിലും അതിന്റെ സീലിങ്ങുകളിലൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ സഹായത്താൽ, ജിന്നുകൾക്ക് പെട്ടെന്ന് കടൽ നിർത്തുവാനില്ല, വളരെ ബലമതിപ്പുള്ളത്, എവിടെ പോയി എന്ന് ഒരു പൊടുത്തുമില്ല. ഈ മുഖ്തനസർ എന്ന് പറയുന്ന കാഫിറായ രാജാവ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി അവിടെയുള്ള ജൂതന്മാരെ മുഴുവനും കൊന്നു.
ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ജൂതന്മാരെ മുഴുവനും കൊന്നൊടുക്കി. അങ്ങനെ ചരിത്രത്തിൽ കൊടിയ പീഡനം അനുഭവിച്ച ഒരു വിഭാഗമാണ് ജൂതന്മാർ. ധാരാളം പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, ധാരാളം സൗകര്യങ്ങൾ അള്ളാഹുർക്ക് കൊടുത്തിട്ടുണ്ട്. മന്നും സെൽവ പോലത്തെ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ എന്നും വഞ്ചകന്മാരാണ്. അവർ നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് സ്ത്രീയും മറ്റൊന്ന് പലിശയുമായിരുന്നു. ബനു ഇസ്രായേൽ ജൂതന്മാരായ ആൾക്കാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൾക്കാർ തന്നെയാണോ? പക്ഷേ അവർ മോശക്കാരും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്ദ്യന്മാരുമാകാനുള്ള രണ്ട് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്, അവർ വട്ടിപ്പലിശന്റെ ആൾക്കാരായിരുന്നു. ആ പലിശ വ്യാപിച്ചു, അതോടുകൂടെ അവർ നശിച്ചു. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പലിശ വ്യാപനം വല്ലാതെ കൂടിയിരിക്കുന്നു. യാതൊരു മടിയും കൂടാതെ പലിശയുമായി ഇടപെടുകയാണ്. അതൊരു പ്രശ്നമേ അല്ലാതെ ആയിരിക്കും. ആവശ്യം വന്നാൽ ആഭരണം പണയം വെക്കുക, ആധാരം പണയം വെക്കുക, ഇങ്ങനെ പലിശ എന്നുള്ള ഒരു പ്രശ്നമല്ലാതെ കച്ചവടത്തിന് ലോൺ എടുക്കുക, ഇങ്ങനെ പലിശ ഒരു വിഷയമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. രണ്ടാമത്, സ്ത്രീകൾക്കൊരു ലെവലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൻ നിസാഅ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിന്നിസാഅ. ശ്രദ്ധിച്ചോളേ, നിങ്ങൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. കാരണം ബനു ഇസ്രായീലിന്റെ നാശത്തിന്റെ തുടക്കം പെണ്ണുങ്ങളായിരുന്നു. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായ ഒരു വിഭാഗമാണ്. അവർ ധാരാളം ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ്. 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ നിന്നിട്ട് ലക്ഷത്തിലധികം പ്രവാചകന്മാരും വന്നത് ഇസ്രായേൽ സന്തതികളിലാണ്. വളരെ കുറച്ച് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലൂടെ വന്നിട്ടുള്ള ലക്ഷത്തിലധികം പ്രവാചകന്മാർ വന്ന ഒരു വിഭാഗമാണ് അവർ. അങ്ങനത്തെ ആ വിഭാഗത്തിന്റെ നാശത്തിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാനത്ത് ഫിന്നിസായി, സ്ത്രീകളിലാണ് ആ നാശം തുടങ്ങിയിട്ടുള്ളത്, അവിടെ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ബുഖ്തുനസറി എന്ന് പറയുന്ന ആളുടെ അതിക്രമ പ്രകാരമാണ് ബൈത്തുൽ മുഖദ്ദസിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനുശേഷം ഈ നജാഷി രാജാവാണ് ദൂനവാസിനെ കീഴടക്കിയത്. അബിസീനിയൻ ചക്രവർത്തി, അന്നത്തെ അബിസീനിയ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് പിന്നെ ദൂനവാസിനെ കീഴടക്കി അദ്ദേഹത്തെ അവിടുന്ന് പായിപ്പിച്ചത്. ഇതൊക്കെ ധാരാളം സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അബിസീനിയയിലേക്ക് പോയി അബിസീനിയയിൽ ചെന്ന് ശക്തി പ്രാപിച്ചാൽ മക്കയിലുള്ള ആൾക്കാർ ബൗദ്ധദൈവ ആരാധകനാണ്. അബിസീനിയൻ രാജാവ് ഏകദൈവ വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. അന്ന് അംഗീകരിക്കപ്പെടുന്ന ക്രിസ്ത്യാനിയാണ്. അംഗീകരിക്കപ്പെടുന്ന, നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന, അടുത്തത് തിന്നാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോ ഈ അബിസീനിയൻ രാജാവിന്റെ അടുത്ത് പോയിട്ട് 83 19 ആൾക്കാർ അവിടെ പോയിട്ട് സുബ്ഹാന ജല്ല ജലാലു 100 ജില്ലാനം ആൾക്കാർ പോയിട്ട് ശക്തി പ്രാപിച്ച് മക്കയെ ആക്രമിക്കുമോ എന്നുള്ള പേടി വന്ന് മക്കയിൽ നിന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ അവർക്ക് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഏറ്റവും പ്രഗത്ഭന്മാരായ രണ്ടാൾക്കാരെ, രാജാക്കന്മാരോട് മറ്റൊക്കെ സംസാരിക്കാൻ നയതന്ത്രമുള്ള രണ്ടാൾക്കാരെ മക്കയിലെ ദാറുന്നദവത്തിൽ വെച്ച് അബൂജാഹിലിന്റെയും മറ്റും നേതൃത്വത്തിൽ തീരുമാനിച്ചു. ഒരു പെട്ടെന്ന് യോഗം കൂടി, അടിയന്തര യോഗം കൂടിയിട്ട് ഗോത്രത്തലവന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അടിയന്തര നടപടി എടുക്കണം. 83 പുരുഷന്മാരും 19 സ്ത്രീകളും അബിസീനിയയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അറിയാതെ പോയിരിക്കുന്നു. അവർ തിരിച്ചു വന്ന് മക്ക കീഴടക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അടിയന്തരമായി തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ സമ്മാനങ്ങൾ. അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞയച്ച ആളാണ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ. ആ അംർ ഇബ്നുൽ ആസ് തങ്ങൾക്ക് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ വന്നു. ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ മക്ക ഖുറൈശികൾ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് അൽ ഹദായ അൽ മുസ്തത്രിഫത ലിൻ നജാശി വലി ബതാറഖതിഹി, നജാശി രാജാവിനും തന്റെ മന്ത്രിമാർക്കും ഒക്കെ മുസ്തത്രിഫത്തായ അപൂർവങ്ങളായ സമ്മാനങ്ങളാണ് ഖുറൈശികൾ കൊടുത്തയച്ചത്. അങ്ങനെ ഈ സമ്മാനങ്ങളുമായിട്ട് അബിസീനിയൻ രാജാവിന്റെ അടുത്തേക്ക് ഈ രണ്ട് പ്രതിനിധികൾ, കുഫാറുകളായ ആളുകൾ, മക്ക ഖുറൈശികൾ, അന്നൂർ കാഫിറുകളാണ് പോയി. എന്തിനു വേണ്ടി പോയി? ഈ സഹാബത്തിനെ തിരിച്ചുകൊണ്ടുവരാൻ പോയി. ഇതൊക്കെ നാം മനസ്സിലാക്കണം. 2ാമത്തെ ഹിജറയാണ് ആ നടന്നത്. അങ്ങനെ അവിടെ ചെന്ന് രാജാവിന്റെ അനുമതിയോട് കൂടെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇവർ രണ്ടുപേരും ചെന്ന്, മക്കയിൽ നിന്ന് വരുന്നവരല്ലേ, അറബികളല്ലേ, വലിയവരല്ലേ, അതുകൊണ്ട് സ്വീകരിച്ചു. രാജാവ് സ്വീകരിച്ചു. അങ്ങനെ രാജാവ് സ്വീകരിച്ചിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അയ്യുഹൽ മലിക്
ഇന്നഹു ഖദ് ലവാ ഇലാ ബലദിക ഗിൽമാനുൻ സുഫഹാ, വിഡ്ഢികളായ പ്രശ്നക്കാരായ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പറഞ്ഞു ഗിൽമാനുൻ സുഫഹാ, വിഡ്ഢികളായ പോയത്തക്കാരായ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരായ, ഞങ്ങളെ നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരെ തിരിച്ചയക്കണം. നിങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നാട് കുട്ടിച്ചോറാക്കും, അവരെ ഞങ്ങളിലേക്ക് തിരിച്ചയക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, നമ്മൾ അങ്ങനെ തിരിച്ചയക്കുന്നത് ശരിയല്ല, നമ്മൾ അവരെ കേൾക്കണം. അഭയാർത്ഥികളായി നമ്മുടെ നാട്ടിൽ വന്ന ആൾക്കാരെ അങ്ങനെ തിരിച്ചയക്കാൻ പറ്റൂല. അതുകൊണ്ട് അവരെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരിലേക്ക് ആളെ പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ സംസാരിച്ചോളാം. ജാഫർ അബീ താലിബ് തങ്ങൾ പറഞ്ഞു, ആ 83 പുരുഷന്മാരിൽ നിന്ന് അവരുടെ പ്രതിനിധിയായി ജാഫർ അബീ താലിബ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സംസാരിച്ചോളാം, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ രാജാവിന്റെ ദർബാറിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, കുന്ന അയ്യുഹൽ മലിക്. അവിടെ തന്നെ കടന്നു ചെന്നപ്പോ ജാഫർ അബീ താലിബ് റളിയല്ലാഹു തആല കടന്നു ചെന്നപ്പോ, സാധാരണ രാജാവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നെറ്റിത്തടം വെച്ചിട്ട് സുജൂദ് ചെയ്തിട്ടാണ് പോകല്. അതൊന്നും ആരും ചെയ്തില്ല, ജാഫർ അബീ താലിബ് ചെയ്തില്ല. ഇത് രാജാവ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനൊന്നും ചെയ്യാതെ പ്രത്യേകമായ രൂപത്തിൽ ചെന്നിട്ട് രാജാവിനെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, അയ്യുഹൽ മലിക്, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യത്തിൻ നഅബുദുൽ അസ്നാമ വനഅകുലുൽ മൈതത വനഅത്തിൽ ഫവാഹിശ വനഖ്തഉൽ അർഹാമ വനസീഖുൽ ജിവാർ വയഅകുലു മിനൽ ഖവിയ്യ ദഈഫ് وكنا على ذلك حتى بعث الله إلينا رسولا منا نعرف نسبه وصدقه وأمانته وعفافه فدعانا إلى الله لنوحده ونعبده ونخلع ما كنا نعبد نحن وآباؤنا من دونه من الحجارة والأوثان وأمرنا بصدق الحديث. വളരെ വാചാലനായിരുന്നു ജാഫർ നബി താലിബ്. ജാഫർ നബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രസംഗം ആ ദർബാറിനെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് പറയുന്നു. വളരെ മനോഹരമായി സ്ഫുടമായ രൂപത്തിൽ ജാഫർ നബി താലിബ് പറഞ്ഞു, അയ്യുഹൽ മലിക്, അങ്ങനെ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ വിവരമില്ലാത്ത ആൾക്കാരായിരുന്നു, ഞങ്ങൾ കണ്ടതിനൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു, അസ്നാമിനെ ആരാധിച്ചിരുന്നതാണ്, ശവങ്ങളെ ഭക്ഷിച്ചിരുന്നു ഞങ്ങൾ, വനഅകുലുൽ മൈതത, ശവങ്ങളെ ഞങ്ങൾ ഭക്ഷിച്ചിരുന്നു, വനഅത്തിൽ ഫവാഹിശ, തമ്മാടിത്തരങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു, വേണ്ടാത്തരങ്ങൾ തമ്മാടിത്തരം ചെയ്തിരുന്നു, വനഖ്തഉൽ അർഹാമ, കുടുംബ ബന്ധം ഞങ്ങൾ വിച്ഛേദിച്ചിരുന്നു, വനുസീഉൽ ജിവാർ, അയൽവാസികളോട് മോശമായി പെരുമാറിയിരുന്നു, വയഅകുലു മിനൽ ഖവിയ്യ ദഈഫ്, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ അടക്കി ഭരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്താനും ഞങ്ങൾക്ക് സത്യത്തിന്റെ സൽപന്താവ് കാണിച്ചു തരാനുമായി അള്ളാഹു പറഞ്ഞയച്ചൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ വന്നിട്ട് ഞങ്ങളോട് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീണ്ടൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ മഹാനവറുകൾ പറഞ്ഞു, വറജൗന അല്ലാ നുഗ്ലമ ഇൻദക അയ്യുഹൽ മലിക്, വറജൗന, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. എന്തൊരു പ്രസംഗമായിരുന്നു ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിടെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. രാജാവിന്റെ സന്നിധിയിൽ വെച്ച്, സർവ്വസന്നാഹങ്ങളുള്ള നല്ല സൈന്യങ്ങളുള്ള രാജാവിന്റെ സന്നിധിയിൽ വെച്ച് ധൈര്യസമേതം പറയുകയാണ്, വറജൗന അല്ലാ നുഗ്ലമ ഇൻദക അയ്യുഹൽ മലിക്, രാജാവേ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി വേണം, ഇവിടെ നിന്ന് ഞങ്ങളെ തിരിച്ചയക്കരുത്, വേണ്ട പോലെ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഫഖാല ലഹു നജാശി ഹൽ മഅക മിമ്മാ ജാഅ ബിഹി അനില്ലാഹ്, നിങ്ങളെ കയ്യിൽ അള്ളാഹുവിൽ നിന്നിട്ട് ഉള്ള വല്ല സന്ദേശങ്ങളുണ്ടോ? പ്രവാചകൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് കൊണ്ടുവന്ന വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ? വല്ല ആയത്തുകളോ മറ്റോ നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ജാഫർ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതേ ഉണ്ട്, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ആയത്ത് ഞങ്ങളെ കയ്യിലുണ്ട്. ഫഖാല ലഹു നജാശി ഫഖ്റഹു അലയ്യ, അതൊന്ന് ഓത്, അത് പാരായണം ചെയ്യുന്നു പറഞ്ഞപ്പോൾ മഹാനായ ജാഫർ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സൂറത്ത് മറിയമിലെ ആദ്യ ആയത്തുകൾ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞിട്ട് ദിക്റു റഹ്മത്ത് റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, വളരെ രസകരമായി ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് ആ
സൂറത്ത് മറിയം, അതിന്റെ അർത്ഥങ്ങളും മറ്റുമൊക്കെ അറിഞ്ഞിട്ട് അതിങ്ങനെ മറിയം ബീവിയെ പറ്റിയും സക്കരിയ നബിയെ പറ്റിയും ഈസാ നബിയെ പറ്റിയും ഒക്കെ ജാഫർ നബി താലിബ് നല്ല ബുദ്ധിയുള്ള ആളാണ്. കാരണം ക്രിസ്ത്യാനിയായ നജാഷിക്ക് ഓതിക്കൊടുക്കേണ്ട ആയത്ത് ഏതാന്ന് അറിയാം. അതിങ്ങനെ മനോഹരമായ സൂറത്ത് മറിയം ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ നജാഷി അറിയാതെ കരഞ്ഞുപോയി. രാജാവ് അറിയാതെ കരഞ്ഞുപോയി. അവിടെയുള്ള രാജാക്കന്മാർ, അവിടെയുള്ള മന്ത്രിമാരും കരഞ്ഞിട്ട് നജാഷിന്റെ താടി കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു എന്നാണ്. ജാഫർ നബി താലിബിന്റെ മനോഹരമായ സ്ഫുടമായ രൂപത്തിലുള്ള ഖുർആൻ പാരായണം കേട്ടിട്ട് നജാഷി രാജാവും കൂടെയുള്ള ആൾക്കാരൊക്കെ ഈസാ നബിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവര് കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ഇത് ഈസാ നബി കൊണ്ടുവന്ന അതേ സന്ദേശമാണ്. അതുകൊണ്ട് മഹാനായ അംർ ഇബ്നു ആസിയോടും അബ്ദുല്ലാഹി ഇബ്നു അബീ റബിയയോടും പറഞ്ഞു, ഇന്തലിക്ക, നിങ്ങൾ പോയിക്കോളൂ. ഫലാ വല്ലാഹി ലാ ഉസല്ലിമുഹും ഇലൈക്കുമാ, ഈ ആൾക്കാരെ തിരിച്ചയക്കൂല, ഈ ആളുകളെ തിരിച്ചയക്കൂല, നിങ്ങൾ പോയിക്കോളി എന്നാണ്. നിങ്ങൾ പോയിക്കോളിയും, ഈ ആൾക്കാരെ തിരിച്ചയക്കൂല, അവരെ തിരിച്ചയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഫഅൻതും ശുയൂമും ബിഅർളി, എന്റെ രാജ്യത്ത് അബ്സീനിയയിൽ സ്വതന്ത്രമായി നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും വലിയതുള്ളത് സുമ്മഖാല ലിഹാശിയതിഹി, നജാശി രാജാവ് തന്റെ പ്രജകളോട്, തന്റെ അടിമകളോട്, ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, റുദ്ദു അലൈഹിമാ ഹദായാഹുമാ ഫലാ ഹാജത ലീ ബിഹാ, നിങ്ങൾ കൊടുക്കുന്ന പ്രസന്റേഷനുകളോ ഹദികളൊക്കെ ഓൽക്കന്നെ തിരിച്ചു കൊടുത്താൽ അതൊന്നും എനിക്ക് വേണ്ട, അവർ കൊടുക്കുന്നതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കയിൽ നിന്നിട്ട് അംർ ഇബ്നു ആസി തങ്ങളും അബ്ദുല്ലാഹി ഇബ്നു അബീ റബീഅയുടെ കൂടെ ഖുറൈശികൾ കൊടുത്തയച്ച ഒരു ഹദിയും നജാശി സ്വീകരിച്ചില്ല. അത് സ്വീകരിക്കാതെ വളരെ സ്വതന്ത്രമായി അബ്സീനിയയിൽ വിഹരിക്കാനും സഞ്ചരിക്കാനും ഒക്കെ സൗകര്യം മഹാനായ നജാശി രാജാവ് അസ്ഹിമത്തുൻ നജാശി ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ആദ്യം മുസ്ലിമായ രാജാവാണ് അദ്ദേഹം. അങ്ങനെ മുസ്ലിമായിട്ട് അദ്ദേഹത്തിന്റെ ഖബർ എത്യോപ്യയിൽ, അത് വളരെ മനോഹരമായിട്ട് ഇപ്പോഴും ആ ഖബർ കെട്ടിപ്പൊന്തിച്ച് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന രൂപമുണ്ട്. എത്യോപ്യയിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു, നജാശി മരണപ്പെട്ടു എന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ ആ നജാശി രാജാവിന്റെ പേരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു. ആദ്യമായി മുന്നിലുള്ള മയ്യത്തല്ലാത്ത മറഞ്ഞ മയ്യത്തിന്റെ മേൽ, ഗായിബായ മയ്യത്തിന്റെ മേൽ ആദ്യമായി നിസ്കരിച്ച നിസ്കാരം ഈ നജാശി രാജാവിന്റെ പേരിലാണ്. നജാശി രാജാവിന്റെ പേരിലാണ് ആദ്യമായി മയ്യത്ത് നിസ്കരിച്ചത്. മറഞ്ഞ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം നടത്തിയത് നജാശി രാജാവിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബ് പ്രകാരം, ഷാഫി മദ്ഹബ് പ്രകാരം മറഞ്ഞ മയ്യത്തിന്റെ മേലില് നിസ്കരിക്കല് നമുക്ക് സുന്നത്താണ്. അത് മറഞ്ഞ മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ മഹല്ലത്തിൽ ഉള്ള ആളുകൾ, ആ മഹല്ലത്തിൽ ഉള്ള ആളുകൾ ഇവിടെ ഒരു മയ്യത്തുണ്ടെങ്കിൽ ഒന്നിരിക്കൽ മയ്യത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കാൻ പറ്റും. മറ്റ് മഹല്ലുകളിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കാൻ, വെള്ളിയാഴ്ചക്ക് നിസ്കരിക്കുന്ന മാതിരി ഈ മഹല്ലത്തിൽ മരണപ്പെട്ട ഒരാളാവുമ്പോൾ ഓന് പെരയിൽ ഇരുന്നിട്ട് മയ്യത്തിന് മേൽ നിസ്കരിക്കാൻ പറ്റൂല. ഓരോന്നിരിക്കൽ മയ്യത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഖബറിങ്ങ പോയി നിസ്കരിക്കണം. ഖബറിങ്ങ പോയി നിസ്കരിക്കണമെങ്കിൽ മരിക്കുന്ന അവസരത്തിൽ ഈ നിസ്കരിക്കുന്ന ആള് പ്രായപൂർത്തി എത്തണം. സപ്പോസ് ഒരു പിതാവ് മരിക്കുമ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, അവർക്ക് 5 വയസ്സാണ്. 5 വയസ്സുള്ളപ്പോൾ വാപ്പ മരിച്ചുപോയി. അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോൾ വാപ്പ മരിച്ചുപോയി. നിസ്കാരമൊന്നും അറിയുന്ന കാലല്ല, നിസ്കരിക്കാനൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെ വാപ്പ മരിച്ചുപോയി. ആ വാപ്പാന്റെ ഖബറിങ്ങ ചെന്നിട്ട് പ്രായപൂർത്തി എത്തിയതിന്റെ ശേഷം അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഖബറിങ്ങ നിസ്കരിക്കണമെങ്കിലും മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കണമെങ്കിലും ഈ മരിക്കുന്ന അവസരത്തിൽ നിസ്കരിക്കുന്ന ആൾക്ക് പ്രായപൂർത്തി എത്തണം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിലൊക്കെ മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുമ്പോൾ കുട്ടികൾ നിസ്കരിക്കരുത് എന്ന് പറയുന്നത്. കാരണം അത് വായിബായ ജനാസ, മറഞ്ഞ മയ്യത്തര മുന്നിലല്ലാത്ത മയ്യത്ത് അർത്ഥം. മുന്നിലുള്ള മയ്യത്തിന് കുട്ടികൾക്ക് നിസ്കരിക്കാം. മുന്നിലല്ലാത്ത മയ്യത്തിന് മേൽ നിസ്കരിക്കുമ്പോഴും ഖബറുകൾ നിസ്കരിക്കുമ്പോഴൊക്കെ അയാൾ മരിക്കുന്ന അവസരത്തിൽ ഈ നിസ്കരിക്കുന്ന ആള് പ്രായപൂർത്തി എത്തണം.
അല്ലെ ഇപ്പൊ നമുക്ക് ഓസുലാദമിന്റെ കബറിങ്ങ പോയിട്ട് നമുക്ക് നിസ്കരിക്കാം, അല്ലെ അമ്പർത്തങ്ങൾ പാപ്പാന്റെ കബറിങ്ങ പോയിട്ട് നമുക്ക് നിസ്കരിക്കാലോ? അത് പറ്റൂല. അങ്ങനെ നിബന്ധനയുണ്ട്. അപ്പൊ ആദ്യമായി മറഞ്ഞ മയ്യത്തിന്റെ മേലില് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചത് ഈ നജാശി രാജാവിന്റെ പേരിലാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മയ്യത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മയ്യത്ത് നിസ്കാരത്തിനക്ക് 7 ഫർളുകളാണുള്ളത്. അത് നമുക്ക് ഇനി പിന്നീട് വിശദമായി പറയാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വശം, 4 തക്ബീറുകളുണ്ട്. ഈ ഒന്നാമത്തെ തക്ബീർ ചൊല്ലി, ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, അത് ഏത് തക്ബീറിന് ശേഷം പറ്റും. രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ സലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിനുള്ള ദുആ, നാലാമത്തെ തക്ബീറിന് ശേഷം സലാം പറ്റൽ. അപ്പൊ ഈ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഒരാൾ വന്നു നിസ്കരിക്കാൻ വേണ്ടി തുടർന്ന് വന്നു. ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വന്ന് ഓനണ്ട് തക്ബീർ ചൊല്ലിയപ്പോഴത്തേക്ക് ഇമാമ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലി. ഓനോട് തക്ബീർ ചൊല്ലിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇമാമ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഓനവിടെ ഫാത്തിഹ നിർത്തിയിട്ട് ഇമാമിന്റെ കൂടെ തക്ബീർ ചൊല്ലണം. ഫാത്തിഹ പൂർത്തിയാക്കണ്ട, മസ്ബൂക്കായി പോയി. മസ്ബൂക്കാവുമ്പോ ഫാത്തിഹ പൂർത്തിയാക്കണ്ടല്ലോ. മസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മസ്ബൂക്കാവുമ്പോ നമ്മളിപ്പോ നിസ്കരിക്കാൻ വേണ്ടിയാണ് കൈ കിട്ടിയപ്പോ തന്നെ ഇമാമ് റുക്കുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഒഴിവാക്കിയിട്ട് ഇമാമിന്റെ കൂടെ പോകണല്ലോ. നമ്മളെ ഫാത്തിഹ ആരേറ്റെടുക്കും? ഇമാമിന്റെ എടുക്കും. അതേപോലെ തന്നെ മയ്യിത്ത് നിസ്കാരത്തിന് വന്നപ്പോ ഇമാമ് രണ്ടാമത്തെ തക്ബീർ അങ്ങോട്ട് ചൊല്ലി. രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ അവനും രണ്ടാമത്തെ തക്ബീർ ചൊല്ലണം. അവന് ഫാത്തിഹ ഒഴിവാക്കണം. മനഃപൂർവ്വം അങ്ങനെ ചൊല്ലാതിരുന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലായി. ഇമാമ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ അവൻ ഫാത്തിഹ ഒഴിവാക്കിയിട്ട് അവൻ ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലുകയാണ് വേണ്ടത്. ഒന്നത്. ഓനണ്ട് തക്ബീർ ചൊല്ലി, ആ ചൊല്ലിയ ഉടനെ തന്നെ ഫാത്തിഹ ഓതാനൊന്നും കഴിയാതെ ഇമാം രണ്ടാമത്തെ തക്ബീർ ചൊല്ലി. എന്നാ അവനക്ക് തീരെ ഫാത്തിഹ ഓതണ്ട. ഓൻ രണ്ടാമത്തെ തക്ബീർ ചൊല്ലണം. ഫാത്തിഹ മുഴുവനും പോയി. ഏതുപോലെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു, ഇമാമ് അള്ളാഹു അക്ബർ എന്ന് നമ്മളോട് പറഞ്ഞപ്പോ ഇമാം റുക്കുവിലേക്ക് പോയി, നമ്മൾ റുക്കുവിലേക്ക് പോകണം. നമ്മൾ ഫാത്തിഹ ഓതണ്ടല്ലോ. നമ്മൾ ഫാത്തിഹ ഓതുന്ന നമുക്ക് ഏത് കിട്ടൂല? റക്അത്ത് കിട്ടൂല. അതേപോലെ മയ്യിത്ത് നിസ്കാരത്തിൽ ഇമാം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഇവൻ അള്ളാഹു അക്ബർ എന്നിട്ട് ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയപ്പോഴത്തേക്ക് ഇമാം രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഒരു ഫാത്തിഹ ഓതണ്ട, ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലി അവർക്ക് 2 തക്ബീറും കിട്ടും. 2 തക്ബീറും കിട്ടും. ഇനി ഒന്നാമത്തെ തക്ബീറും രണ്ടാമത്തെ തക്ബീറും ഒക്കെ കഴിഞ്ഞ് ഇവൻ വന്നപ്പോഴത്തേക്ക് 4ാമത്തെ തക്ബീർ ആയിരിക്കും, ലാസ്റ്റ് തക്ബീർ ആയിരിക്കും വന്നപ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെയാവുമ്പോ അവന്റെ 4ാമത്തെ തക്ബീർ, അവന്റെ 1ാമത്തെ തക്ബീറും ഇമാമിന്റെ 4ാമത്തെ തക്ബീറും ആവുമ്പോൾ അവന്റെ ആ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ് ഇമാം പോയിക്കോട്ടെ, ഓൻ ഫാത്തിഹ ഓതി 2ാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലി 3ാമത്തെ തക്ബീറിന് ശേഷം ദുആ ചെയ്ത് 4ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടിയിട്ട് അവനക്ക് പോകാം. ഏതുപോലെ മസ്ബൂക്കായ വ്യക്തി ഇമാമ് സലാം വീട്ടിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോയിന്റ് ഉള്ളത്, ശ്രദ്ധിക്കേണ്ടത്, ഇമാമ് 2ാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മസ്ബൂക്കായ വ്യക്തി അല്ല. ഇമാമ് 1ാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ അവിടെ ഹാദറല്ലാത്ത വ്യക്തിയാണ്. ഇമാമ് 1ാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ ഹാദറായ വ്യക്തി ഇമാമ് 2ാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് 2ാമത്തെ തക്ബീർ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം അവന് ഹാദറായിക്കളല്ല. മുവാഫിഖിന്റെ മസ്അല മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അതേ രൂപം തന്നെയാണ് മയ്യിത്ത് നിസ്കാരത്തിന് വരിക. അപ്പൊ ഇമാമ് 1ാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ ഓൻ അവിടെ ഇല്ല, ഹാദറായിട്ടില്ല. പിന്നെ അങ്ങോട്ട് വന്നു നോക്കുമ്പോഴത്തേക്ക് ഓൻ തക്ബീർ കണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇമാം 2ാമത്തെ തക്ബീറിലേക്ക് കടന്നാൽ അവനക്ക് ഫാത്തിഹ പോയി. ഓ ഫാത്തിഹ ഓതണ്ട, ഓ 2ാമത്തെ തക്ബീർ ചൊല്ലണം. അല്ലെങ്കിൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നാലും അവൻ 2ാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് ഫാത്തിഹ പൂർത്തിയാക്കാതെ ചെല്ലിയാണ് വേണ്ടത്. മയ്യിത്ത് നിസ്കാരത്തിനും ഏതുണ്ടെന്ന് അർത്ഥം? മസ്ബൂക്ക് ഉണ്ടെന്ന് അർത്ഥം. ചിലപ്പോൾ തിരക്കിട്ടിട്ട് ലാസ്റ്റ് ചെല്ലുമ്പോൾ ഇമാം ഒരു തക്ബീറൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷൻ ആയി പോകും. അതിനാണ് ഇക്കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ തക്ബീറിന്റെ ഘട്ടത്തിലാണ് ആര് വന്നത്, ഇവൻ വന്നതെങ്കിൽ ഓന്റെ 1ാമത്തെ തക്ബീറാണ്. ഓന്റെ 1ാമത്തെ തക്ബീറിന് ശേഷം ഓൻ ഏതെങ്കിലും ചെല്ലേണ്ട ഫാത്തിഹ തന്നെയാണ് ഓതേണ്ടത്. ഓൻ ആ ക്രമപ്രകാരം ചെയ്യണം. ഓന്റെ 1ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം, 2ാമത്തെ ശേഷം സലാത്തില്ല ഓണ്ടത്. ഇമാമ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നോക്കേണ്ടതില്ല. ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. വന്നപ്പോഴത്തേക്ക് ഇമാമ് 2ാമത്തിലേക്ക് കടന്നാൽ അവൻ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കടക്കണം.
ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. ഫാത്തിഹ തുടങ്ങാനും കഴിഞ്ഞില്ല, പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല, അതിന് നിൽക്കരുത്. ഇമാമ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഉടനെ ഏത് ചൊല്ലിക്കൊള്ളണം, രണ്ടാമത്തെ തക്ബീർ ചൊല്ലണം. അത് ഏതുപോലെ തന്നെയാണ്, സാധാ നിസ്കാരത്തിന്റെ രൂപത്തിൽ തന്നെയാണ്. മയ്യിത്ത് നിസ്കാരത്തിന് മസ്ബൂക്ക് ഉണ്ട്, മസ്ബൂക്കിന്റെ ഒരു വിഷയമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി വക്കൽ സുന്നത്താണ്, വക്കൽ നിർബന്ധമില്ല, വെച്ചോളണമെന്നില്ല. വക്കൽ സുന്നത്താണ്. അങ്ങനെ വെച്ചു കൊടുക്കൽ ഏതാണ് സുന്നത്താണ്. അങ്ങനെ ഓന് കഴിയുന്നതുവരെ കാത്തിരിക്കൽ സുന്നത്താണ്. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകിയത് നമ്മളെ കോട്ട ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാവിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ നമ്മുടെ ദർസിൽ ഓതിയിരുന്ന ജൗഹർ, പട്ടാമ്പിക്കാരനായ ജൗഹറിന്റെ ഉപ്പ മരണപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി മക്കളോടൊക്കെ സംസാരിച്ച് അങ്ങാണ്ട് കിടന്നതാണ്. സുബഹി ആകുന്നതിന് മുമ്പ് ഭാര്യ ചെന്ന് വിളിച്ചു നോക്കുമ്പോ ആള് നീക്കണില്ല. ഒരു 54-57 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. മൂത്താള് ജൗഹറാണ്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പല ആഗ്രഹങ്ങളും ആ കുട്ടികളൊക്കെ ആകെ വിഷമിച്ച്. ചെറിയനോട് പറഞ്ഞു, നമ്മളെ വാപ്പാന്റെ പൂതിയൊന്നും തീർന്നിട്ടില്ല, ഒരുപാട് ആഗ്രഹങ്ങൾ. നാളെ ബുധനാഴ്ച പല പരിപാടികളും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. കിടക്കുമ്പോ ഞാനും വാപ്പയും കൂടി വർത്താനം പറഞ്ഞ് കിടക്കുമ്പോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. രാവിലെ എണീച്ച് നോക്കുമ്പോൾ എൻ്റെ ഒപ്പം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കറിയാം. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മളൊക്കെ അവസ്ഥ അതെയാണ്. പൊടുന്നനെയുള്ള മരണങ്ങളും ഉറക്കത്തിലുള്ള മരണങ്ങളൊക്കെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് കടങ്ങളുള്ള ആളുകളൊക്കെ നല്ലപോലെ കടങ്ങളൊക്കെ എഴുതി വെക്കണം. ഡേറ്റ് ഇട്ട് സഹിതങ്ങളൊക്കെ എഴുതി വെക്കണം. കടത്തിന്റെ വിഷയത്തിൽ അള്ളാഹു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യൂല. അത് പൊരുത്തപ്പെടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യല്ലാതെ ആ ഒരു വിഷയത്തിൽ അള്ളാഹ് ഇടപെടില്ല. മനുഷ്യന്മാരുമായുള്ള വിഷയത്തിൽ, അള്ളാഹുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അന്ന് പുറത്തു വരും. ബാക്കിയുള്ളൊക്കെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അള്ളാഹു ഉസ്മാൻ എന്ന് പറയുന്ന ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ദീർഘായുസ്, ആഫിയത്തോടെ, സിഹത്തോടുകൂടെ അള്ളാഹിന്റെ താഴത്തിനായിട്ട് നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ വിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. റജബ് മാസത്തിൽ അക്രമികൾക്കെതിരെ ദ്വാരന്നാൽ അള്ളാഹു സ്വീകരിക്കും. ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്ന, വിഷമിപ്പിക്കുന്ന കൊടും തണുപ്പിൽ വല്ലാതെ വിഷമിക്കുന്ന മക്കളെയും ഉമ്മമാരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവരെ ആ രൂപത്തിൽ ദുരിതത്തിലാക്കുന്നവരാരായിരുന്നാലും അവരെയൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തി പരീക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.